ഇറ്റാലിയൻ പെർഫ്യൂംസിൻ്റെ 64ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അറബിക് പെർഫ്യൂംസ് തന്നെയാണ്. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോഞ്ചിവിറ്റി തന്നെയാണ് കേട്ടോ, അല്ലാതെ അതിൻ്റെ ഫ്രാഗ്രൻസിൻ്റെ ഒരു അട്രാക്ഷനോ ഒന്നുമല്ല, അതിൻ്റെ ലോഞ്ചിവിറ്റി തന്നെയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു നീഷ് ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ നീഷ് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് പെർഫ്യൂം തന്നെയാണ്. ബട്ട് അതിൻ്റെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അറബിക് പെർഫ്യൂംസിൻ്റെ അത്രയും തന്നെ ലോഞ്ചിവിറ്റി നമുക്ക് അതിനും കിട്ടും. അതുപോലത്തെ ഒരു ഫ്രഞ്ച് ഫ്രാഗ്രൻസ്, അതും ഒരു നീഷ് ഫ്രാഗ്രൻസ്. ഞാൻ നീഷ് ഫ്രാഗ്രൻസ് പരിചയപ്പെടുത്താൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അവരുടേതായ ഒരു സിഗ്നേച്ചർ പെർഫ്യൂം, ഞാൻ അടിക്കുന്ന പെർഫ്യൂംസിൻ്റെ സ്മെല്ലും മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുകയും വേണം, എന്നാൽ അവർക്ക് അത് ആ സെയിം പെർഫ്യൂം ഉപയോഗിക്കാൻ പാടില്ല. എനിക്കത് എൻ്റെ ഒരു യുണീക്ക് പെർഫ്യൂമായിട്ട് യൂസ് ചെയ്യാൻ വേണം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും, മലയാളികൾ കൂടുതലും അങ്ങനെയാണ്. നമുക്കൊരു യുണീക്ക് ഫ്രാഗ്രൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനും കൂടിയാണിത്. ഈ നീഷ് ഫ്രാഗ്രൻസ് ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് ആണ്. അതിനോട് സാമ്യമുള്ളതോ അതിനോട് സിമിലർ ആയിട്ടുള്ളതോ ആയിട്ടുള്ള പെർഫ്യൂംസ് വേറെ ബ്രാൻഡിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു സ്പെഷ്യൽ കാറ്റഗറി പെർഫ്യൂമാണത്. ഈ ബ്രാൻഡ് തന്നെ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. മെമോ പാരീസ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ആക്ച്വലി ഇതൊരു 2007 പാരീസിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പെർഫ്യൂം ബ്രാൻഡാണ്. ക്ലാര എന്ന് പറയുന്ന ഒരു ലേഡി, ഒരു പോയറ്റ് ആണ് ഇതിന്റെ ഓണർ, ആക്ച്വലി ഫൗണ്ടർ, ഈ പെർഫ്യൂം ബ്രാൻഡിന്റെ ഫൗണ്ടർ. മെമോ, അവരുടെ ഭാഷയിൽ അത് ഓർമ്മകൾ എന്നുള്ള ആ ഒരു ഒരു വേർഡിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ ഹെഡാണ് അതിനകത്ത് വരുന്നത്. ഓർമ്മകളിൽ കൂടിയുള്ള ഒരു യാത്ര, ഓർമ്മകളിലേക്കുള്ള ഒരു യാത്ര, അങ്ങനെയൊക്കെയാണ് അവര് പല ഇതിലും അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മെമോ പാരീസിന്റെ 2013 ഇറങ്ങിയ ഒരു പെർഫ്യൂം. ഇതൊരു സീരീസ് ആണ്. ഇറ്റാലിയൻ ലെതർ എന്നാണ് ഈ പെർഫ്യൂംസിന്റെ പേര്. ഇത് അവരുടെ സീരീസിന്റെ ഫസ്റ്റ് പെർഫ്യൂമാണ്. ഇത് കഴിഞ്ഞ പിന്നെ ഒരു ജേർണിയാണ്. അവരുടെ ആ വാചകം പറഞ്ഞ പോലെ ഒരു ഓർമ്മകളിലേക്കുള്ള ഒരു ജേർണിയാണ്. പല രാജ്യങ്ങളിലേക്കും അവര് യാത്ര ചെയ്തു. അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ വിവിധ തരം പെർഫ്യൂംസ് ലോഞ്ച് ചെയ്തു. ഈ ഇറ്റാലിയൻ ലെതർ കഴിഞ്ഞ് ഐറിഷ് ലെതർ, ആഫ്രിക്കൻ ലെതർ, ഫ്രഞ്ച് ലെതർ, അങ്ങനെ പല രീതിയിലുള്ള പെർഫ്യൂംസുകൾ അവർ ലോഞ്ച് ചെയ്തു. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ലെതറാണ്. ശരിക്കും പറഞ്ഞ ഒരു ഗ്രീനി പെർഫ്യൂമാണ് ഇത്. നമ്മൾ തുടക്കത്തിലെ ആ പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രീനി അപ്രോച്ചാണ് നമുക്ക് കിട്ടുക. ഒരു മാൻഡറിൻ്റെയും ബർഗമോട്ടിൻ്റെയും ഒരു നമ്മുടെ ടൊമാറ്റോയുടെ ഗ്രീൻ ലീഫ്, അതിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഒരു സ്മെല്ല്. ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഇനീഷ്യലി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഐറിഷ് ലെതറിലേക്ക് നമ്മളിത് കൺവേർട്ട് ചെയ്യും, ഈ സ്മെല്ല്. അത് കഴിഞ്ഞ് വാനില ആബ്സലൂട്ട്, നമ്മുടെ സാൻഡൽവുഡ്, കുന്തിരിക്കം, ബെൻസോയിൻ, ഇതിൻ്റെയൊക്കെ കൂടി ഒരു കമ്പൈൻഡ് ഔട്ടായിട്ട് വരുവാണ്. ഇതിൻ്റെ ഒരു സ്മെല്ല് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ അതേ ഒരു ഇത് തന്നെ. ഞാനിത് ഈ പറയുന്ന നോട്ട്സുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലുമായിട്ടൊന്നും നമുക്കൊരു റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ സ്മെല്ല് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂം സ്മെല്ലാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് ആദ്യമേ തന്നെ പറഞ്ഞത് ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി ഇത് എവിടെ നമുക്കിത് ഉപയോഗിക്കാം? നമുക്കൊരു ഓൾ ഒക്കേഷൻ പെർഫ്യൂമായിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാം. ഓഫീസിൽ വേണമെങ്കിൽ ഓഫീസിൽ ഉപയോഗിക്കാം, പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഈവൻ നമ്മുടെ കേരളത്തിലെ ഔട്ടർ വെതറിൽ പോലും നമുക്ക് ഈ പെർഫ്യൂം സുന്ദരമായിട്ട് ഉപയോഗിക്കാം. ഇനിയുള്ള ഒരു കാലഘട്ടം മഴക്കാലമാണ്, വലിയ ചൂടൊന്നുമില്ല, നല്ല ലോഞ്ചിവിറ്റി ഈ പെർഫ്യൂംസിന് ഷുവറായിട്ടും കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. ഞങ്ങളും ഈ പെർഫ്യൂം അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വെർഷൻ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു പെർഫ്യൂം പരിചയപ്പെടുത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.